ആഹാ കണ്ടോട്ട് സാമാനത്തിൽ കയറി പെതുക്കിയൊക്കെ ഇരുന്ന് കേട്ടെ. സൂചിച്ചാ എത്ര ദൂരം ഓടി? സൂചിച്ചാ അധികം ദൂരം ഒന്നും ഓടിയില്ല. ആണല്ലേ? ആ എന്താ കണ്ടാ നിനക്ക്? അണ്ണൻ നേരത്തെ ചോദിച്ചൊരു ചോദ്യം ഇല്ലേ, ഇതിവിടെ ലോക്ക് ആക്കാതിട്ട് ആരെങ്കിലും എടുത്തോണ്ട് പോകത്തില്ല, അതിനുള്ള ഉത്തരവാണ് ഞാനിപ്പോ കാണിച്ചു തന്നത്. No PG, locked in metal lead, that's a guarantee. Talk to me, numbers never lie, add it up, that's me. അണ്ണൻ നമ്മൾ റോങ് സൈഡ് അല്ല. ഓ സോറി അണ്ണാ, നമ്മള് ചിന്നക്കട ജംഗ്ഷൻ ആണെന്ന് വിചാരിച്ചത്. കേരളം അല്ല, ലോസ് ആൻഡേഴ്സ്. എടാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ കണ്ണാപ്പി. എടാ നിനക്ക് നീ സാധാരണ നീ ഇവിടുന്ന് മുതുക്കിന്ന് അവിടെ അല്ല, ഇവിടുന്ന് മുതുക്ക് വരെ പോകുന്നത് റോഡിന്റെ സൈഡിൽ കൂടെയും ഇതുവഴിയൊക്കെയാണോ? നേരെ അല്ലേ പോണേ? ആ നേരെ വരുന്നുണ്ട്. ഒന്ന് വരാം. എടാ ഗ്യാങ് ഇനി നിന്റെ അച്ഛൻ വന്ന് തിരിക്കണം ഈ അങ്ങോട്ട്. വിടുവല്ലേ അണ്ണാ? ഈ സ്കൂട്ടറിൽ പോകുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ അണ്ണാ. എത്രയൊക്കെ വണ്ടി ഉണ്ടെന്ന് പറഞ്ഞാലും അണ്ണാ, നമ്മള് നമ്മുടെ നാട്ടിലുള്ളവരായിട്ട് സ്കൂട്ടറിൽ ത്രിബിൾസ് അടിച്ചു അല്ലെങ്കിൽ ഇങ്ങനെ രണ്ടുപേരൊക്കെ ആയിട്ട് പോകുന്ന ഒരു ഫീല് വേറെ അല്ല. നീ ഇന്ന് സിറ്റിയിലുണ്ടാവോ കണ്ണാപ്പി? അണ്ണാ ഞാൻ ഇപ്പൊ ഒന്ന് ഇറങ്ങണ. എന്ത് പറ്റി അണ്ണാ? അപ്പൊ പിന്നെ നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. വേണ്ട അണ്ണാ എന്ത് പറ്റി? കാര്യം കാര്യം പറ. എന്ത് പറ്റി? ഇല്ല ഒരു കാര്യം പ്ലാൻ ചെയ്യാനായിരുന്നു. നീ ഇല്ലെങ്കിൽ പിന്നെ വേറെ ആളെ വെച്ച് പ്ലാൻ ചെയ്യാം. അല്ല കാര്യം പറ. എന്താണ്? ഇല്ല കാര്യം പറഞ്ഞ ഒന്നും ഇല്ലെന്ന് പറഞ്ഞ പിന്നെ അണ്ണാ ഒരു ഗിഫ്റ്റ് ഉണ്ട് നമ്മളെ ജങ്കുക്കിന്റെ ഒക്കെ. ജങ്കുക്കിന് അണ്ണന്റെ പെരുത്ത് ഇഷ്ടായ ആണോ? ഞാൻ ഓർത്ത് പെട്ടെന്ന് ഇതിനെ എടുത്ത് ഇവിടെ കൊണ്ടുവച്ചത് ജങ്കൂക്കിന്റെ ഗിഫ്റ്റാ. ഞാൻ എപ്പോ വന്നാലും ഇവിടെ രാത്രിയാണല്ലോ, എനിക്കാണെങ്കിൽ ഒന്നും കാണാനും പറ്റത്തില്ല. അണ്ണാ ഞാൻ ഐഡിയ പറഞ്ഞുതരാം. ബെറ്റർ ഗ്രാഫിക്സ് എന്തോ വലിയ സർപ്രൈസ് ആണ് കേട്ടോ. എല്ലാരും ഒന്ന് സൈഡ് നിൽക്കണേ. അണ്ണാ ഇന്നലെ എന്തോ പറഞ്ഞതറിയാം, മുട്ട വെച്ചോണ്ട് തരും കേട്ടാ. ഒരു സംശയമില്ല, അതായിരിക്കും കൊണ്ടുവരാൻ പോണതാ. വണ്ടിയിലൊരു സാധനം, ബാക്കിലൊരു സാധനം, 2 മുട്ട. പക്ഷെ എണ്ണ ഒന്ന് ആലോചിച്ചണ ആടുന്ന മുട്ടകളാണ് വിഷയനെ. അല്ലണ്ട ഓടിക്കുന്നതനുസരിച്ച് ആടത്തില്ല. ടൈപ്പിന്റെ പാല ഇട്ടില്ല ഞാൻ. ഓ അതുപോലെ അണ്ണ ഇങ്ങനെ ഓടുമ്പോ 2 മുട്ട. ഞാൻ വണ്ടിക്കകത്താണ് ഇരിക്കണേ ഇപ്പോഴും. ഇതെങ്ങനെയാണ് ഏ സ്വിച്ച് വെക്കുമ്പോ മുട്ടയൊക്കെ വരുന്നത്? ഞാൻ എന്നാലും എങ്ങനെ വണ്ടിക്കകത്ത് പോണായത്? പിന്നെ വേറൊരു കാര്യം കൂടെ പറയാൻ പ്രീമിയത്തിന്റെ കാശ് ഉണ്ട് നടക്കണം. സാധനം കേട്ടോ. ഹോളോഗ്രാഫിക്സ് ഞാൻ എന്നാ പോയിട്ട് വരട്ടെ. പക്ഷെ അതിനൊരു FPS ഇല്ലാത്ത പോലെ ഒരു പ്രശ്നമുണ്ടല്ലേ? അത് കുറച്ച് ലാഗായിട്ട് പറക്കണ പോലെ തോന്നുന്നില്ലേ നിങ്ങക്ക്? പക്ഷെ വണ്ടി കൊള്ളാടാ, വണ്ടി കിടില്ല. ഗാങ് മാറായി. ഞാൻ എന്തിനാ റിസ്ക് എടുക്കണേ? പരന്ത് കൊള്ളാം കേട്ടോ. ഇതിന് കമന്റ് പറയണ എല്ലാവന്മാരും കൊണ്ട് ഞാൻ മാറാം കേട്ടാ. ഹോളോഗ്രാഫിക് ഏതുണ്ട്? ഓക്കെ. പക്ഷെ കൊള്ളാടാ, അല്ലേ? നൈസ് അല്ലേ? ഒരു വെറൈറ്റി ഉണ്ട്. പക്ഷെ ഈ വണ്ടി ഉണ്ടോ? വണ്ടിയുടെ സ്പീഡ് നോക്കട്ടെ. 268 300 അടിക്കാൻ തോന്നുന്നു. ആ 300 കയറി.
300 വരെ മാക്സിമം. വിസിലിംഗ് കൊള്ളാം, നല്ല രസമുണ്ട്. ഹലോ ബ്രോ, അത് ജങ്കുക്ക് എന്ന് പറയുന്ന ഒരു പുള്ളിയുടെ ഗിഫ്റ്റ് ആണ് ഈ വണ്ടി. പുള്ളി എന്തോ ഹലോ, പുള്ളി അറിയാതെ തട്ടിയതായിരിക്കും അല്ലേ? ഹലോ ഹലോ ബ്രോ, അറിയാതെ പറ്റിയതാണോ? തീർത്ത് കളി കിട്ടോ ഞാൻ. പറയടാ. ഓക്കെ, പ്രശ്നമൊന്നുമില്ല, പറയൂ. ബ്രോ അറിയാതെ പറ്റിയതാണോ? അറിയണ്ട. ഓക്കെ 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 ഓക്കെ. അവനെ കൊന്നുകളഞ്ഞ പാവം. അവര് തമ്മിലുള്ള ഏക പ്രശ്നം. അവൻ അറിയാണ്ട് തട്ടിയതല്ലാന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ ഇറങ്ങി ഈ പരുന്തിനെ കൊണ്ട് കൊത്തിച്ചേരെ ഞാൻ, ഒരു സംശയവും. പരുന്ത് ദൈവമാണ്. ഇത് ഓഫാക്കാൻ പറ്റും. എടാ, ഇത് ഓഫാക്കാൻ പറ്റൂടാ മന്ദാരം? ഇത് ബ്രോ, അതൊരു മുതലാണ്, മനസ്സിലായി? ഇനി സാധനം നമുക്ക് ഷോ ഇറക്കാൻ നേരം മാത്രം ഇതാ ഇങ്ങനെ പരുന്തിനെ കൊണ്ടുവരാം. അല്ലാത്തപ്പോ ഇത് അല്ലെ ഫുൾ ടൈം ഉണ്ടെങ്കിൽ അതൊരു അലമ്പായി പോയേനെ. എന്റെ പമ്പിൽ നിന്ന് തന്നെ പൈസ പെട്രോൾ അടിക്കുന്നു, എന്റെ അക്കൗണ്ടിൽ തന്നെ തിരിച്ചു വരുന്നു. അല്ല, ചന്ദ്രന്റെ അക്കൗണ്ടിൽ തിരിച്ചു വരും. ഇത് ഇവിടെ ഇതിനകത്തുനിന്ന് എത്ര രൂപ കിട്ടിയെന്ന് നോക്കട്ടെ. ഇനി സിറ്റി മൊത്തം കാരണം ഉണ്ടെങ്കിൽ ഓരോ സാധനങ്ങളായിരിക്കും കേട്ടാ ഗൈസ്. ഇനി സിറ്റി മൊത്തം കാരണം ഉണ്ടെങ്കിൽ ഇത് SRR ഒരു കുരങ്ങ നടക്കണം. പറയടാ, ഞാൻ ഇപ്പൊ വരാടാ. ടോട്ടൽ മണി ഏൺഡ് യൂണിറ്റ് 10, 100,000, 10,000, lakh, 10 lakh, crore, 10 crore, 100 crore, 300 കോടി. യൂണിറ്റ് 10, 100,000, 10,000, lakh, 10 lakh, crore, 10 crore, 79 കോടി മുടക്കിയിട്ടുണ്ട്. 300 കോടി തിരിച്ചു എത്തി. അപ്പോൾ 220 കോടി ലാഭമല്ല. അതിൽ ഇത് എത്ര രൂപയ്ക്കാണ് നമ്മൾ മേടിച്ച? 1000 കോടിക്ക്, 1300 കോടിക്ക്. ഇനി 1000 കോടി ഉണ്ടാക്കണം. അപ്പോഴത്തേനും അടുത്ത ഓപ്ഷൻ വരും. സൂപ്പർ. മുതുക്കിലൊക്കെ പമ്പായിരുന്നെങ്കിൽ പിന്നെ EMS കൊന്നവനെന്നൊരു പേര് കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. വിട്ട് കളയണം ഞാൻ. ലിസ്ണിങ് അടിപൊളി കേട്ടാ. ജങ്കുക്ക് കുക്കഡ്. അതെ. പക്ഷെ ഇവൻ തന്നപ്പോ ഇതിന് ഗ്രാഫിക്സ് ഉണ്ട്. എല്ലാം ഒരഞ്ഞു പോയതാണോ ഇത്? ഇതൊന്ന് റിപ്പയർ ചെയ്ത് നോക്കിയാലോ. ഗ്രാഫിക്സ് മാറ്റ്. ഇപ്പോഴാണല്ലേ ഇത് GT ആയത്. വരുവാ. റിപ്പയർ വരുവാ. പേടിച്ചു പോകുന്നു. കൊള്ളാം ചേട്ടാ. കൊള്ളാം ചേട്ടാ. കൊള്ളാം. ജങ്കുക്ക് എന്ത് പോയോ? അവനിങ്ങനെ പ്രശംസ ഒന്നും കേൾക്കുന്ന ഇഷ്ടമല്ല.
ഫുഡ് കഴിക്കാതെ ചത്ത് എന്ത് ഇപ്പാർക്കൊക്കെ. എന്താ ലോല ഇങ്ങനെ എടാ ഞാൻ ഒന്ന് സേവ് ആക്കട്ടെ, വണ്ടി മാറി ഒന്ന് സേവ് ആക്കിട്ട് വരാം. സേവ് ആക്കട്ടെ അണ്ണന്റെ പേ. എന്നാ പിന്നെ വേറെ ചൂടാൻ പറഞ്ഞായിരുന്നു പോന്നതിന് മുമ്പേ. എന്താടാ മാസം 1000 രൂപ അടയ്ക്കണേന്ന്. മാസം 1000 രൂപ? ഓ പിന്നെ വണ്ടി ഇവിടെ കയറ്റിയാനോ? ഓ ഇതേ ഇത് എന്റെ സെർവറാ, എന്റെ മനസ്സിലായ. ഇതൊക്കെ നാളെ വെട്ടി വരികയാണ്. അല്ല ഞാനിന്ന് കാണും കേട്ടോ. എന്ത് പറയാൻ വന്നേ? ഇതൊക്കെ അടുത്ത സിനിമാറ്റിക്സിൽ ആരുടെയൊക്കെയോ സിനിമാറ്റിക്സ് വരാൻ പോണ സാധനമാണ് കേട്ടാ. ഫ്രീ ഫയർ ഈഗിളൊന്നോ ഇതാണെന്തോ വണ്ടിയുടെ പേരിട്ടേക്കണവൻ. ആ അത് തന്നെ ഫ്രീ ഫയർ. അങ്ങനെന്താ ഇട്ടേക്കണ പേര്? അത് കളിക്കും. ഒരു വീട്ടിലുള്ള സമയങ്ങളെ ഏതായിരുന്നില്ല എന്റെ പരിപാടി. ഈഗിൾ വിങ്സ് കൊള്ളാം. ഗോ ഇൻസൈഡ്. അത് അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിനകത്തുണ്ടോ? എന്റെ എല്ലാ വണ്ടിയും ഞാൻ ഇത്രയും നാൾ ഇവിടെ കളിച്ചിട്ട് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു കേട്ടാ. ഇല്ല ഞാൻ ഗറാജിനകത്തോട്ട് വന്നതാ. എന്റെ എല്ലാ വണ്ടികളും ഒരുമിച്ച് കാണാൻ പറ്റിയത് ഇന്നാണ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ടായിരുന്നല്ലേ? ദേ നമുക്ക് ഇലക്ട്രിക് വണ്ടി ഇല്ലെന്ന് ഞാൻ ഇന്നലെ വരെ വിശ്വസിച്ചിരുന്നത്. നമുക്ക് ഇലക്ട്രിക് വണ്ടി ഉണ്ടായിരുന്നതാ. സ്വന്തം വണ്ടി ഹോട്ട്വെയർ ഒക്കെ ചെയ്യണോ? ഓ ഇതിനകത്ത് ഓടിക്കണമെങ്കിലല്ലേ? ഓ ഇതിനകത്തിട്ട് ഓടിക്കാൻ പറ്റുള്ളൂ. മസ്ത് എവിടെ? ആ അത് ശരിയാ, മസ്ത് എവിടെ? എടാ ഞാൻ ഇവിടെ ഇവിടെ ഗാരേജിലുണ്ട്. എടാ കണ്ണാപ്പി ഒന്ന് കേറിയടാ. ജസ്റ്റ് കണ്ണാപ്പി ഒന്ന് കേറിയടാ. അയ്യോ ഇതില് ബാറ്ററി ചാർജ് ഇല്ല. നേരെ ഇവിടെ ചാർജർ ഉണ്ട്. എവിടെ? അവിടെ മുതുക്ക് വരെ പോണം. മുതുക്ക് വരെ ഇത് എങ്ങനെ ഓടുവടാ? അണ്ണ ഇത് ഞാൻ മുതുക്ക് വരെ അണ്ണൻ എത്തിച്ചെന്ന് അണ്ണൻ എനിക്ക് എന്ത് വരും? ഞാൻ നിന്നെ ഇനി ഒരു തെറിയും പറയാതെ കണ്ണൻ മോനെ എന്ന് വിളിക്കും. ആണോ? ആ അണ്ണ വണ്ടി തന്നെ ഇരുന്നോ. ഞാൻ വണ്ടി ബാക്കിന്ന് വണ്ടി ഉന്തി ഉന്തി തരാം. ആക്സിഡന്റ് തിരിച്ചാൽ മതി. ഗിരി ഇപ്പൊ വരാ ഗിരി. ഒരു മിനിറ്റ്, ഒരു ചെറിയൊരു മിഷനിലാണേ. ആ വാ. എന്തേ വണ്ടി എടുക്കണ്ട? വണ്ടി എടുക്കട്ടെ. 1002 വരാവോ? എന്ത് പറ്റി? ഒരു സ്വാമികളെ കണ്ടത് ഒരു ധ്യാനം കൂടാനായിട്ടാണ്. ആ ഒരു ചെറിയ മിഷനില്ല. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ കുഴപ്പമുണ്ടോ? 10 മിനിറ്റ് 5 മിനിറ്റ് മതി 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 മതി. പുള്ളി തീയിലിരിക്കുക. ആക്സിലേറ്റർ കൊടുക്കരുത് അണ്ണൻ. ആ അത് മണ്ടത്തരമാണെന്നാ. ഓക്കെ ആക്സിലേറ്റർ കൊടുക്കരുത്. എന്തൊരു പരിപാടി ഉണ്ടായ അണ്ണ വേറൊരു പരിപാടി ഉണ്ട്. എന്തോന്നറിയോ? അണ്ണ ഇങ്ങനെ വണ്ടി കയറി ഞാൻ കാണിച്ചു തരാം. അതാ ഒരാളൂടെ വേണം. അണ്ണ വണ്ടി കയറി നമ്മളെടുത്തോ ഇത്. പക്ഷെ ഇത് നമ്മളെ 2 രൂപ ഒത്തിക്കണം. മനസ്സിലായ? ആ വണ്ടിയെ ലോക്ക് പോലും ചെയ്തിട്ടില്ലേ? അതൊന്നും പ്രശ്നമില്ല. പിന്നെ ആരും കൊണ്ടുവരാ പെട്രോൾ ഇല്ലാത്ത വണ്ടി എടുത്ത്. അതായത് അണ്ണ അവിടെ ചെല്ലുക, അതില് പൈസ അടയ്ക്കുക, സാധനം വലിക്കുക. മനസ്സിലായോ? എന്നിട്ട് നേരെ വണ്ടിയിലോട്ട് കയറിയാ മതി. എന്താ കേട്ടില്ല? അതാ അണ്ണ അവിടെ ചെല്ലുക, പൈസ കൊടുക്കുക, സാധനം വലിക്കുക, എന്നിട്ട് വണ്ടിയിലോട്ട് കയറുക. ഞാൻ അവിടെ കൊണ്ടുവിടാം. ഈ സാധനം എടുക്ക. ഇത് അവിടെ വരെ പിന്നെ എനിക്ക് ബഗ്ഗല്ലേ? സീനൊന്നുമില്ല. ഇതൊക്കെ എടുത്ത് പിന്നെ ഇവിടെ എത്ര കണ്ടാ കയറിക്ക. അവിടെ കൊണ്ട് കുത്തി വെച്ചാൽ മതി ഇനി എണ്ണ. ആഹാ കയ്യിലുണ്ടല്ലേ. എന്തൊക്കെ സംഭവങ്ങളല്ലേ. അതവിടെ ചെല്ലുമ്പോ എത്തും. സാധനം അവിടെ ചെല്ലുമ്പോ കാണും. നമ്മളിതൊക്കെ ഞാൻ ഇതുപോലെ ഇട്ട് പലറ്റെ കൊണ്ട് ചാർജ് ചെയ്തല്ലേ. ഇവിടുന്ന് വലിച്ച് എനിക്ക് ബാനല്ലേ ബഗ് എക്സ്പ്ലോയിറ്റ് എന്ന് പറഞ്ഞിരി. ഈ ബാനത് കിട്ടൂല. പെർമനന്റ് പറഞ്ഞു വരും. ഇത് എന്റെ സെർവറാടാ. കുത്തിക്കാണ് ഇതുകൊണ്ട് പിടിച്ചത്.
കാണിക്കുന്നില്ലല്ലേ? വേറെ ഐഡിയ ഉണ്ട്, വേറെ ഐഡിയ ഉണ്ട്. ഒന്നുകൂടെ കയറണം, ഒന്നുകൂടെ കയറണം, ഒന്നുകൂടെ ഓ കയറണം. പറയടാ പറയടാ വില്ലു. 1002 ദാ വരുന്നു. ഒരു 5 മിനിറ്റ് സമയം വേണം, 5 മിനിറ്റ് പെട്ടെന്ന്. 10 മിനിറ്റ് സമയം വേണം. അത് ഇനി എന്റെ വേറെ ഐഡിയ ഉണ്ട്. എന്ത് ഇലക്ട്രിക് ക്യാൻ വാങ്ങാൻ കിട്ടും. ഇലക്ട്രിക് ക്യാനാ? ഓ ബാറ്ററി അണ്ണൻ ബാറ്ററി വാങ്ങുക, നേരെ നമ്മളോട് ഒഴിക്കുന്നു. ഇത് എവിടെ വാങ്ങിക്കാൻ കിട്ടും? അത് അവിടെ തന്നെ അതിന്റെ മേളിൽ തന്നെ. എടാ ഇന്ന് ടർഫ് ഓപ്ഷൻ ഉണ്ടോടാ? എത്ര മണിക്ക്? 10:30ക്കോ? ആരും എന്തോന്ന് പറയുന്നേ? മന്ദാരം എന്തി? ഞാൻ തന്നെ കുറവുണ്ട് മുന്നേ വിളിച്ചായിരുന്നു. 10 തൊട്ട് 11 വരെ. എടാ പോണ്ടേ അപ്പോ? ആ ലീഡറിനോ കോ ലീഡറിനോ മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. എടാ ഇത് എവിടെ നടക്കുന്നേ? അത് മറ്റേ എല്ലാ പേജിലിട്ടേക്ക്. എടാ ഒന്ന് ഇട്ടേ, ആരെങ്കിലും ഒന്ന് ഇട്ടേ. എന്റെ നമ്പർ ഇട്ടേ, 3333 ഒന്ന് വിളിക്കാൻ പറഞ്ഞേ. ഞാൻ ഒരു ക്യാനോടെ മേടിച്ചാണ്, ഒരു ക്യാനോടെ മേടിച്ചാണ്, ഒരു ക്യാനോടെ മേടിച്ചാണ്. ബാറ്ററി നിന്റെ അച്ഛൻ വിൽക്കണം ഇവിടെ. അണ്ണാ ഒരു ക്യാനോടെ മേടിച്ചു. എനിക്കത് ക്യാൻ നിറയാന്ന് തോന്നുന്നു കേട്ടോ. വന്നേ 10 ലക്ഷം രൂപ. എടാ ക്യാൻ എങ്ങനെയാടാ മേടിക്കണേ? അണ്ണാ അണ്ണൻ ഇത്ര നാളെ ക്യാൻ മേടിക്കാൻ മേടിച്ചിട്ടില്ലടാ, എനിക്ക് ഇതിന്റെ ഒന്നും ആവശ്യം വന്നിട്ടില്ല. ഇവിടെ ജക്കുമ്പത്തേക്ക് ഗ്യാസ് ഊറ്റി വരുത്തില്ലേ, അതിന് മേളില് കിട്ടും ക്യാന്റെ പണം. ഇത് മേടിക്കുമ്പോ തന്നെ ഫുള്ളായിരിക്കുമോ അതോ നമ്മൾ നിറക്കണോ? ഇത് അതും മേടിക്കാൻ ഫുള്ളായിരിക്കും. ആണല്ലേ? തീർച്ചയായും നിറയ്ക്കണം, തീർച്ചയായും നിറയ്ക്കണം. 10 ലക്ഷം രൂപയാണ് ഇവിടെ ക്യാനിന്. 10 ലക്ഷമോ? ഓ ഈ വണ്ടി ഫുൾടാക്ക് അടിക്കാൻ 2 ലക്ഷം രൂപ. അതാണ് 5 വർഷത്തിന്റെ കണക്ക് പറയണത്. പിന്നെ ഞാൻ 5 വർഷം ക്യാൻ മേടിക്കാൻ നടക്കുമല്ലായിരുന്നോ? പിന്നെ 5 വർഷമായിട്ട് മറ്റേ ഇവിടെ ഇതിലെ പെട്രോൾ പമ്പില്ലേ? എടാ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ ആൾക്കാരുണ്ട്, അതുകൊണ്ടല്ലേ അറിയാത്തത്. മനസ്സിലായോ? ഓ അണ്ണാ പെട്രോൾ പമ്പ് ഇന്നാണെന്നാണല്ലോ ആൾക്കാർ ചോദിക്കുന്നത്. അണ്ണാ കൂടുതൽ പെട്രോൾ പമ്പിലായിരുന്നോ ജോലി? ആഹാ കണ്ണൂട്ട് സാമാനത്തിൽ കയറി പെതുക്കിയൊക്കെ ഇരുന്ന് കേട്ടെ. സൂചിച്ചാ എത്ര ദൂരം ഓടി? സൂചിച്ചാ ദൂരം ഒന്നും ഓടിയില്ല. ആണല്ലേ? ആ നിനക്ക് അണ്ണൻ നേരത്തെ ചോദിച്ചൊരു ചോദ്യമില്ലേ, ഇതിവിടെ ലോക്ക് ആക്കാതിട്ട് ആരെങ്കിലും എടുത്തോണ്ട് പോകത്തില്ല, അതിനുള്ള ഉത്തരവാണ് ഞാനിപ്പോ കാണിച്ചത്. ഇനിയിപ്പോ ഇതൊക്കെ ക്യാൻ എടുത്ത് ഇത് ഇലക്ട്രിക് വണ്ടി പെട്രോൾ ഒഴിക്കുന്നു, വേറെ വ്യത്യാസമൊന്നും ഇല്ല. ഇത് കാണുന്ന എലോൺ മസ്ക് എന്ത് പുള്ളി ഹാർട്ട് ബ്രേക്ക് ആവും ഇത് കണ്ടു കഴിഞ്ഞാ. പിന്നെ ഇത് എലോൺ മസ്കിന്റെ വണ്ടിയാ, പിന്നെ പുള്ളി ടെസ്ലയാ. ടെസ്ലയല്ലേ ഇത്? മറ്റേ ഇതിന്റെ ബാക്കിൽ വാസു എഡിഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത് ഫ്യൂച്ചറിസ്റ്റിക് ടെസ്ലയാ. എന്തോ ഇത് നിങ്ങളുടെ വണ്ടിയാണ്. പിന്നെ പുറകിൽ എന്റെ പേര് കണ്ടില്ലേ, വാസു എഡിഷൻ. വാസു എഡിഷൻ. ഓക്കെ ബ്രോ, കാണാൻ പോയിട്ട് വരാം. വണ്ടി ഫുൾ ടാങ്കായി. ഞാനൊരു കാര്യം പറയട്ടെ അണ്ണ, ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, വണ്ടി എങ്ങനെ ക്യാൻ കയറിയോ? പിന്നെ ഞാൻ ക്യാൻറ്റീനിൽ വെച്ച് നിറച്ച്. അണ്ണാ ഇത് സംഭവം ഇത് പെട്രോളാണ് ഒഴിച്ചേക്കുന്നത് ഇപ്പൊ ഇലക്ട്രിക് വണ്ടിയില്. അണ്ണ എന്ത് പറയുന്നത്? ടർഫിന്റെ കാര്യം ചോദിച്ചടാ, ആരാ എന്തെങ്കിലും പറഞ്ഞവര്? കുറച്ചു ദിവസത്തേക്ക് ഇല്ല കേട്ടോ അണ്ണൻ, കുറച്ചു ദിവസത്തേക്ക് അണ്ണ ഇല്ല കേട്ടാ. അതെന്താടാ? ഇലക്ട്രിക് വണ്ടി കണ്ട് പെട്രോൾ ഒഴിച്ച് ഓടിക്കുക. എടാ നിക്കടാ, എടാ ഇത് ലൊക്കേഷൻ എവിടാന്ന് അറിയോ? നേരെ അങ്ങോട്ടൊക്കെ പോവാനാ. എടാ ലോയലിറ്റി പോയിന്റ് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയായിരുന്നടാ കണ്ണാപ്പി? അത് ഫോൺ എടുക്ക. അല്ല ലോയൽറ്റി പോയിന്റ് അത് T/ലോയൽറ്റി പോയിന്റ് എന്തോ അല്ലേ? അത് അങ്ങനല്ല വെയിറ്റ് ആണല്ലോ. വെയിറ്റ് ചെയ്യാം, അല്ലേ ലോയൽറ്റി പോയിന്റ് ഒന്നല്ലേ?
ലോയൽറ്റി പോയിന്റ് എന്നുണ്ടോ? പോയിന്റ്സ് എന്നാണോ? 2842. ആ 2842 ഉണ്ട്. ഓ 2842. അതെങ്ങനെ ചെക്ക് ചെയ്തേ? ചെക്ക് ചെയ്തേ എങ്ങനെ? T/loyalty പോയിട്ട് അത് നിനക്കൊന്നും വരത്തില്ല. 28 ഉള്ളു. നമുക്ക് കുറവാടാ ഈ കേട്ടോ. വിളിച്ചെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടാ. ആണോ? ഇതാ ടിവിയുടെ വണ്ടി അങ്ങോട്ട് പോയതാരാ? മുച്ചിറി ഒച്ചിരി വാ കേറ് ഇത് കേറ്. ഇത് ഫോർച്യൂണർ ആണോ? ഇവനെ തലയിലെടുത്ത് കയറ്റി നീ. ഇതെന്താ ഇവൻ ഇങ്ങനെ ഇരിക്കുന്നത്? കാന്താരായതിന്ന് ആ സൂപ്പർ. കേറ്. എടാ മുച്ചിറി, ടർഫ് കോളിംഗ് എവിടെ നടക്കുന്നെന്ന് അറിയോ നിനക്ക്? ഹലോ ഇത് അറിയില്ല. എന്റെ തോളത്ത് കയറലടാ. ഹലോ അത് ഞാൻ ലോയൽറ്റി പോയിന്റ് ചെക്ക് ചെയ്യാൻ വിളിച്ചായിരുന്നു. ബ്രോ ഈ ടർഫ് കോളിംഗ് എവിടെയാ നടക്കുന്നതെന്ന് അറിയോ? കിട്ടിയില്ലേ? ഹലോ ബ്രോ കേക്കോ? ഹലോ ടർഫ് കോളിംഗ് എവിടെയാ നടക്കുന്നതെന്ന് അറിയോ? മിസ്റ്റർ എക്സ് കോണ്ടാക്ട് നേരത്തെ നടന്നെടുത്ത് തന്നെയാന്നാണ് പറഞ്ഞത്. അതെവിടെയാന്ന് അറിയോ? കഴിഞ്ഞ പ്രാവശ്യം നടന്നെടുത്ത് തന്നെ. അത് അറിഞ്ഞൂടാ. നമ്മള് ഗ്യാങ് ഡ്രസ് ഒക്കെ ഇടാൻ വലിയ പാടാണ്. വിളിച്ചാൻ കഴിയില്ലേ? പിന്നെ മിസ്റ്റർ എക്സ് നമ്മുടെ ആളല്ലേ? ആ നമ്മളെ നമുക്കറിയാം. ടച്ച് ഉണ്ട്. മിസ്റ്റർ നമ്പർ തരാണ് വിളിച്ചോ. 2232 അതിൽ വിളിച്ചിട്ട് എടുക്കുന്നില്ല. ആണല്ലേ? ഞാൻ ഗ്യാങ് ഡ്രസ് പെട്ടെന്ന് ഗ്യാങ് ഡ്രസ് ഒക്കെ ഇടാൻ എത്ര സമയം